ബൈക്ക് മുന്നോട്ടെടുത്ത് കൊണ്ടുപോകുമ്പോൾ കടുവ പാഞ്ഞു വരികയാണ് ഉണ്ടായിരുന്നത്. പാഞ്ഞു വന്നു ബൈക്കിലേക്ക് ചാടുകയാണ് ഉണ്ടായിരുന്നത്. ചാടി. ചാടുന്ന സമയത്ത് ഞാൻ ബൈക്ക് മുന്നോട്ട് പോയതുകൊണ്ടും രക്ഷപ്പെട്ടതാണ്. കടുവനെ ഒരു പ്രാവശ്യം ആ കാട്ടിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പോകുന്ന ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ബൈക്കിൽ പോകുമ്പോൾ അത് ശല്യമൊന്നും ചെയ്തില്ലായിരുന്നു. അല്ലെങ്കിൽ അത് റോഡ് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഒരേ ദിവസം ഈ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ 3 വാഹനത്തിന് നേരെ ഓടി വരുമൊന്നുമില്ല. ഇത് ആക്രമണ സ്വഭാവമുള്ള കടുവ തന്നെയാണ്. നമസ്കാരം. ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ ചേകാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചേകാടി ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം പാക്കം അങ്ങോട്ട് പോകുന്ന, അല്ലെങ്കിൽ പാക്കം പ്രദേശത്തേക്ക് കുറുവാദ്വീപ് പാക്കം ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. ആ വഴി കൂടെ ദിവസവും സഞ്ചരിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ കഴിഞ്ഞ ദിവസം അതിൽ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ നേരെ ഒരു കടുവ ചാടി വരുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം ബൈക്കിലാണ് പോയത്. ദൂരെ നിന്ന് കടുവനെ കണ്ടിരുന്നു എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത്. പക്ഷെ കടുവ അദ്ദേഹത്തിൻ്റെ നേരെ ചാടി വീണു. അതുമാത്രമല്ല, പിന്നീട് അദ്ദേഹം പാകം പ്രദേശത്ത് ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മറ്റാളുകൾക്കും സമാനമായ ഒരു അനുഭവം ഉണ്ടായതായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അതായത് മറ്റാളുകളുടെ നേരെയും ഇതുപോലെ കടുവ ചാടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അത്ഭുതകരമായിട്ടൊക്കെ അവർ, അല്ലെങ്കിൽ എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ അവർ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നമ്മളിന്ന് ആ ഒരു ചേട്ടനെ കാണാനായിട്ട് പോവാണ്. അദ്ദേഹം എന്താ സംസാരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സത്യൻ. എന്നാണ് ചേട്ടാ സംഭവം നടന്നത്? ബുധനാഴ്ച രാവിലെ ഏകദേശം 9:45 10 മണീൻ്റെ ഇടയ്ക്ക് ആണല്ലേ? ഇപ്പോൾ 2 ദിവസമായില്ലേ? 2 ദിവസമായി. ആ സംഭവം ഒന്ന് വിവരിക്കാമോ, എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ രാവിലെ എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട് പാകത്തേക്ക് പോകുമ്പോൾ രാവിലെ 9:45 10 മണീൻ്റെ ഇടയ്ക്ക് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മുമ്പായി ഒരു 50 മീറ്റർ ഉള്ളിലായിട്ട് ഞാൻ കടുവയെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ വന്യമൃഗങ്ങളെ കാണുമ്പോൾ സ്ഥിരം യാത്ര ആയതുകൊണ്ട് കടന്നു പോവാണ് പതിവ്. ഈ ദിവസം അതേപോലെ തന്നെ ഞാൻ കടന്നു പോകാന്നുള്ളൊരു കണ്ടീഷനിൽ ബൈക്ക് മുന്നോട്ടെടുത്ത് കൊണ്ടുപോകുമ്പോൾ കടുവ പാഞ്ഞു വരികയാണ് ഉണ്ടായിരുന്നത്. പാഞ്ഞു വന്നു ബൈക്കിലേക്ക് ചാടുകയാണ് ഉണ്ടായിരുന്നത്. ചാടി. അപ്പോൾ ഞാൻ പിന്നെ ചാടുന്ന സമയത്ത് ഞാൻ ബൈക്ക് മുന്നോട്ട് പോയതുകൊണ്ടും രക്ഷപ്പെട്ടതാണ്. നല്ല റോഡായിരുന്നു അത്? ആ റോഡ് അത്യാവശ്യം കട്ടറുണ്ട്, ടാറിംഗ് റോഡാണ്. ആ സമയത്ത് സ്പീഡ് കൂട്ടി. ഇത് ദൂരെന്ന് കണ്ടപ്പോൾ എന്താ പേടി തോന്നിയായിരുന്നു? ദൂരെന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊക്കെ ഒന്ന് പെട്ടെന്ന് തണുത്ത പോലെയോ എന്തൊക്കെയോ ഒരു എനിക്ക് തോന്നി അത് വരുമെന്ന്. ആ ഒരു ലക്ഷണമൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന്. ആ വഴി വീതിയുള്ള റോഡാണോ? അത്യാവശ്യം ഒരു വണ്ടി കടന്നു പോവാം. അധികം വീതിയൊന്നുമില്ല, ഒരു 8 മീറ്റർ ഉണ്ടാവും എല്ലാം കൂടി. ആ വഴി സ്ഥിരം പോകുന്നതല്ലേ? ഞാൻ സ്ഥിരം പോകുന്നു. എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ഏജന്റായിട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ കടുവനെ കണ്ടിട്ടുണ്ടോ? കടുവനെ ഒരു പ്രാവശ്യം ആ കാട്ടിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്കാ? പോകുന്ന ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ബൈക്കിൽ പോകുമ്പോൾ അത് ശല്യമൊന്നും ചെയ്തില്ലായിരുന്നു. ആണല്ലേ? പിന്നെ അപ്പം മറ്റു മൃഗങ്ങളൊക്കെ ആ വഴിക്ക് കാണലുണ്ട്. ആനേനൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പിന്നെ ആനൻ്റെ മുന്നിൽ രക്ഷപ്പെട്ട ഒരാളാണ്. അതൊരു കുറുവ ജംഗ്ഷനിൽ വെച്ച്, അത് വൈകുന്നേരം വെളുകുല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ ഒരു കുടുംബത്തിലുള്ളവർ വീണിട്ട് കയ്യും കാലും ഒടിഞ്ഞിരുന്നു. അവരെ നോക്കി വരുമ്പോൾ ഏകദേശം അന്ന് 4:30 ആയിരുന്നു വൈകുന്നേരം. അന്നേരം പെട്ടെന്ന് വരുമ്പോൾ ഇങ്ങനെ ആന, അതൊരു ഇടവഴിയാണ്. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന കണ്ടു, ബൈക്ക് കടന്നു പോകാന്നുള്ളൊരു അത് പെട്ടെന്ന് ആന വരികയും ഞാൻ ബൈക്കിൻ്റെ അടിയിൽ വീണുപോയി. പിന്നെ ബൈക്കിൻ്റെ മേലെ ആന കവച്ച് കടന്നു പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബൈക്കിൻ്റെ അടി വീണുപോയി? ബൈക്കിൻ്റെ അടി വീണുപോയി. അത് എത്ര നാളായി ഇപ്പോൾ സംഭവിച്ചത്? അതൊരു 6-7 വർഷമായി. വർഷമായി. അപ്പം ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ കടുവ വണ്ടിയുടെ നേരെ ചാടിയിട്ട് ബൈക്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇല്ല, ഒന്നും പരിക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ല. ബൈക്ക് കടുവ ചാടുന്ന സമയത്ത് ഞാൻ കടന്നു പോയി. ബൈക്കെ തട്ടിയിട്ടൊന്നുമില്ല. ഇല്ല. ചാടുന്ന കണ്ടു. പക്ഷേ ചാടുന്ന ഇത് ഓടി വരുന്ന തിണ്ടിൽ വന്ന് നിൽക്കുന്ന ഇങ്ങനെ. ഞാൻ പിന്നെ കടുവനെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ബൈക്ക് ഓടിക്കുന്നത്. ഓക്കെ. ഒരു വലിയൊരു അനുഭവമായില്ലേ? അതെ. എതിരെ ഒരു വാഹനം വരുവാണെങ്കിലും വാഹനമായിട്ട് ആക്സിഡന്റ് ആയി പോവായിരുന്നു ബൈക്ക്. ഇപ്പുറത്തെ സൈഡ് കൂട്ടിയാ ഓടിച്ചത്. ആ സമയത്ത് വേറെ വണ്ടികളൊന്നും ഇല്ല? ആ സമയത്ത് വണ്ടികളൊന്നും വന്നിട്ടില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് മറ്റുള്ള വണ്ടികൾ വരുന്നത്. ചേട്ടൻ്റെ വീട് എവിടെയായിട്ടാ? വീട് ചേകാടി അല്ലേ? മൂലവേൽ എന്ന് പറയും. അപ്പം അവിടുന്ന് ആ പാക്കത്തിനുള്ള ഞാൻ കളക്ഷനും LICയുടെ കളക്ഷനുമായിട്ട് പോയതാ പാക്കത്തിലേക്ക്.
ഇതുപോലെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ആരാർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായതായിട്ട് വല്ല അറിയാം? അന്ന് രാവിലെ തന്നെ പാക്കത്തൊരു വെൽഡിംഗ് പണിയെടുക്കുന്ന ഷിനോയി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ സംഭവം ശേഷം ഞാൻ പാക്കം ജംഗ്ഷനിലെത്തിയിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് എനിക്കും ഇങ്ങനെ ഒരു രാവിലെ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഈ സംഭവത്തിന് ശേഷം അവിടെ ഒരു മരണം നടന്നിരുന്നു അന്ന് ചെറിയമലയിൽ. അപ്പോൾ പാക്കത്ത് നിന്ന് ഒരാളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ചെറിയമലയുള്ള ആകാശ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഇങ്ങനെ വേറെ ഒരാളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ആ ബൈക്കിൻ്റെ മുകളിലേക്കും കടുവ ചാടിയിരുന്നു. ഇതെല്ലാം ആ സമയം ഏകദേശം ഒരു ആ സ്ഥലത്ത് തന്നെ. ഒരേ കടുവ തന്നെയായിരിക്കും അല്ലേ? ഇങ്ങനെ അറ്റാക്കിങ് സ്വഭാവമുള്ളതായിരിക്കാം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇപ്പൊ വേനൽക്കാലം ചൂടുള്ള സമയമായിരുന്നു. അല്ലെങ്കിൽ അത് റോഡ് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഒരേ ദിവസം ഈ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ 3 വാഹനത്തിന് നേരെ ഓടി വരുമൊന്നുമില്ല. ഇത് ആക്രമണ സ്വഭാവമുള്ള കടുവ തന്നെയാണ്. അല്ല, പൊതുവേ നമ്മൾ ആനയൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ കടുവ അങ്ങനെ നമ്മളെ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. കടുവ അങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നേരെയൊക്കെ വരുന്നതൊക്കെ ഞാനതെ ബാവലി റോട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ കടുവേനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല. അതെ. ഇത് പിന്നെ ആരെങ്കിലും അറിയിച്ചോ എങ്ങനെയാണ് സംഭവം നടന്നത്? അന്ന് ഞാൻ കുറുവയിലൊരു ജീവനക്കാരൻ ബാബുരാജ് എന്ന് പുള്ളിയോട് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. പുള്ളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പറഞ്ഞായിരുന്നു. അല്ലേ, എന്തായാലും ആ വഴിക്കൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ പോകുന്നു. ടൂറിസ്റ്റ് ഒത്തിരി വരുന്നുണ്ട്. ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ടൂറിസ്റ്റുകൾ പിന്നെ അവിടെ ഇരുന്ന് കാട്ടിൽ ഭക്ഷണം കഴിക്കുകയും പിന്നെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആളുകളോട് പറയും, ഞാൻ സ്ഥിരം പോകുമ്പോൾ ഞാനിവിടെ ഉള്ള ആളാണ്, പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലവർ അന്നേരം തന്നെ ആൾക്കാർ വണ്ടി എടുത്ത് പോവും, ചിലവർ മൈൻഡാക്കാണ്ട് നിൽക്കും. അവിടെ ഒരു 10-12 വർഷം മുന്നേ അവിടെ ഒരു കൊച്ചിന് ആന കൊന്ന സംഭവമൊക്കെ ഉണ്ട്. പിന്നെ കുറുവ ജോലി ചെയ്യുന്നൊരു പിന്നെ ജീവനക്കാരിയെ അവിടെ ആന ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ പോളെന്ന് പറഞ്ഞ ഒരാളെ ആന, ആ വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണ്. ഇത് ശരിക്കും കുറുവയുടെ സെക്കൻഡ് ഗേറ്റിനോട് ചേർന്നുള്ള സ്ഥലമാണോ? സെക്കൻഡ് ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ശരിക്കും ചേകാടിയിൽ നിന്ന് പാക്കത്തിന് എത്ര ദൂരമുണ്ട്? ശരിക്കും 4.5 കിലോമീറ്റർ, 5 കിലോമീറ്റർ. മൊത്തം ഫോറസ്റ്റ് അല്ലേ? മൊത്തം ഫോറസ്റ്റാണ്. പിന്നെ റോഡൊന്നും വീതിയൊന്നും കൂട്ടിയിട്ടില്ല. ശരിക്കും ആ റോഡൊക്കെ അത്ര നിരന്തരം വണ്ടി പാസ് ചെയ്ത് പോകുന്ന 2 സൈഡ് റോഡ് വീതി കൂട്ടി ഒന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി സേഫാണ് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ. കുണ്ടും കുഴിയുണ്ട്, റോഡ് വീതിയില്ല. അത് ഒന്നാമത്തെ പ്രശ്നം. കുണ്ടും കുഴി ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കൂടെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഓടിച്ചു പോകാനും ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ആ ഒരു ചേട്ടൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലായല്ലോ. അതാണ് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം വിവരിച്ചതെല്ലാം. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. മറ്റ് 2 ആളുകൾക്കും കൂടെ സമാനമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരെ കാണാനായിട്ട് സാധിച്ചില്ല. ഈ ചേകാടിയിൽ നിന്ന് കുറുവ പാക്കത്തേക്കുള്ള ആ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ വനപാതയാണ്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒത്തിരി കാട്ടുമൃഗങ്ങളെയൊക്കെ മുന്നിൽ പെടാൻ സാധ്യതയുള്ള ഒരു റോഡാണ്. നിരവധി ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് ഈ കുറുവ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒത്തിരി ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡും കൂടെയാണ്. അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഈ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഞാനിപ്പോൾ ഏതായാലും ആ റോഡ് വഴിയൊന്ന് യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ആ റോഡ് ഇരിക്കുന്നത്, എന്താണ് ശരിക്കും ആ റോഡിലൂടെ ഉള്ള ഒരു കാഴ്ചയും അതുപോലെ തന്നെ ആ റോഡിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ.
ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു റോഡ് തന്നെയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടല്ലോ, ഈ റോട്ടിൽ കൂടെയാണ് ആ ചേട്ടനും സഞ്ചരിച്ചത്. ഈ റോഡിൻ്റെ ഒരു നടുഭാഗത്ത് വെച്ച് ഏതോ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. കൃത്യമായിട്ടുള്ള സ്ഥലം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം അദ്ദേഹം എൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട്. ഏതായാലും ഇതാണ് ആ ഒരു റോഡ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ ഇതേ പോകുന്നതാണ്. നിരവധി ആളുകൾ ഇവിടെ നിർത്തിയൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ പോലും ഒത്തിരി ആളുകൾ ഈ കാടിൻ്റെ നടുക്കൊക്കെ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുന്നവരെ ചെയ്യാറുണ്ട്. അപ്പോൾ നിലത്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ കടുവയൊക്കെ വരുന്നതെങ്കിൽ മേത്തൊക്കെ ചാടി വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിക്കുകയൊക്കെ ചെയ്താൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരം പ്രവൃത്തികളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം വനമാണ്, അത് മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. നമ്മൾ പരമാവധി അവരെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാതെ അതിൽ യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഏതായാലും ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഈയൊരു സംഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഏതായാലും വയനാട് ഭാഗത്തൊക്കെ വരുന്നവർ, ഇത്തരം വനപാതയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്